ഹലോ! എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പൊങ്കൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അത് അരിയും കുറച്ച് അരിയും പിന്നെ ചെറുപയറിൻ്റെ പരിപ്പും ചേർത്തിട്ട് ഇഞ്ചിയും പച്ചമുളകും ചേർത്തിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു. ഹലോ! ഇന്ന് ഞാൻ പൊങ്കൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. എരിവുള്ള പൊങ്കലാണ്. അപ്പോൾ ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ്. നിങ്ങൾ ഏതാ ഗ്ലാസ് എടുക്കുന്നത് ആ ഗ്ലാസ്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഗ്ലാസ് വാങ്ങിച്ചാൽ എടുക്കുക. അതിൽ ഞാൻ 3/4 കപ്പ് ചെറുപയറിൻ്റെ പരിപ്പ്, 3/4 ചെറുപയറിൻ്റെ പരിപ്പ്, മൂങ് ദാൾ അതെടുത്തിട്ട് ഞാൻ കുറച്ചൊന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അത് ഫ്രൈ ചെയ്താൽ മതി, കാരണം ഇത് കഴുകുന്നതാണ്. ഇത് ആദ്യം പച്ചയായിട്ടുണ്ടാകും, നമ്മൾ വായിലിട്ട് ലേശൊന്ന് പൊട്ടുന്ന പോലെ ഇരിക്കണം വറുത്തത്. അതിന് ശേഷം ഞാൻ അരി ഇട്ടിട്ടുണ്ട്. അരി ഞാൻ ഇട്ടിരിക്കുന്നത് ജീര റൈസാണ്. നിങ്ങൾ പച്ചരി ഏതരിയാണെങ്കിലും നിങ്ങൾക്കിടാം. വെറും പച്ചരി, പുഴുങ്ങലരി ഇടാൻ പാടില്ല. പിന്നെ അതിൽ ഇത് ഞാൻ രണ്ടും ചേർത്ത്, അരിയും ചെറുപയറിൻ്റെ പരിപ്പ് രണ്ടും ചേർത്തിട്ട് ഒരു ഗ്ലാസ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3/4 ഗ്ലാസ് ചെറുപയറിൻ്റെ പരിപ്പ്, 1/4 ഗ്ലാസ് അരിയാണ് ഉപയോഗിച്ചത്. അത് നല്ലോണം കഴുകിയതിന് ശേഷം ഇത് നിങ്ങൾക്ക് എന്താ പറയുക, വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്, പൊങ്കലാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, പക്ഷെ ഇത് ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഇത് രണ്ടും ഞാൻ കുക്കറിലിട്ടതിന് ശേഷം ഇതിന് ഇഞ്ചിയും പച്ചമുളകും. ഇഞ്ചി നല്ലതാണ്, എല്ലാവർക്കും അറിയാം ഇഞ്ചിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്. ഇത് ആസിഡിറ്റിക്കും നല്ലതാണ് ഇഞ്ചി, പിന്നെ ഹെൽത്തിനും നല്ല ബെനിഫിറ്റ്സാണ് ഇതിനെ കൊണ്ട്. പിന്നെ പച്ചമുളകും ഞാൻ കാന്താരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ കാന്താരി എടുത്ത ഏറ്റവും നല്ലത്. കിട്ടിയിട്ടില്ല പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, സാധാരണ മുളക് തന്നെ എടുക്കണം. പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഞാനൊരു ചെറിയ സ്പൂണിൽ 1 സ്പൂൺ ഇടാം, വലുതാണെങ്കിൽ 1/2 ടീസ്പൂൺ. വെള്ളം നിങ്ങൾ അങ്ങനെ കണക്കില്ല. ഞാൻ ഒരു ഗ്ലാസ് എല്ലാം കൂടി അരിയും ചെറുപയറിൻ്റെ പരിപ്പും കൂടി ഒരു ഗ്ലാസ് എടുത്തപ്പോൾ ഞാൻ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാനിതിൽ 2 വിസിലാണ് ഇട്ടത്. കുക്കറിൽ വെയിറ്റ് വെച്ചതിന് ശേഷം 2 വിസിലിട്ടു. പക്ഷേ 2 വിസിലിട്ടപ്പോൾ അത് വേവ് നോക്കിയപ്പം കുറച്ച് കുറവാണ്. ഇനി നിങ്ങളെ കുക്കറിൽ 2 വിസിൽ കൊണ്ട് വേവുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഞാൻ 2 വിസിലിട്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ കുറച്ചും കൂടി വേണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ 1 വിസിലും കൂടി അതിട്ട് എല്ലാം കൂടി 3 വിസിൽ ഞാനത് എടുത്തു. ഇതിൽ കുക്കറിൽ ഇത് കുറച്ച് നല്ലോണം വേവണം. അരിയും പരിപ്പും പെട്ടെന്ന് രണ്ടും ചേർത്തിടുമ്പോൾ നന്നായി വെന്ത് കിട്ടും. ഞാനിതിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൽ വെള്ളം കുറച്ച് കുറഞ്ഞ് കാണും, കുറച്ചും കൂടി വെള്ളം ചേർക്കാം. കാരണം ഇത് പരിപ്പുള്ളത് കൊണ്ട്, ചെറുപയറിൻ്റെ പരിപ്പായതുകൊണ്ട് വെള്ളം കൂടുതൽ വേഗം വറ്റിപ്പോവും. അപ്പോൾ അധികം വറ്റി കട്ടിയായിട്ടുള്ള പൊങ്കലല്ല, ഇത് കുറച്ചൊരു ഇതായിട്ടുണ്ടാകും, കുറച്ചൊരു വെള്ളം പോലത്തെ. അങ്ങനെ നല്ലോണം കട്ടിയല്ല. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് വെള്ളം കുറഞ്ഞ്. ഞാൻ പിന്നെയും വെള്ളം ചേർക്കുന്നുണ്ട് കുറച്ചും കൂടി. അത് ഒരു 1/2 ഗ്ലാസിൻ്റെ അടുത്ത് തിരിച്ച് ഞാൻ ചേർത്തു. പിന്നെ നിങ്ങൾ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഒന്നും കൂടി നോക്കി ഉപ്പ് പിന്നെയും നിങ്ങൾക്ക് ചേർക്കാൻ പറ്റും. ഞാനിത് വെള്ളം എത്ര കൺസിസ്റ്റൻസി എത്രയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്, വെള്ളത്തിൻ്റെ എല്ലാം കൂടി ചേർന്നില്ല കൺസിസ്റ്റൻസി നോക്കാൻ പറ്റും നിങ്ങൾക്ക്. ഞാനിതിൽ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ 1 വിസിലും കൂടി ഇതിട്ട്, കാരണം വേവ് കുറവാന്ന് തോന്നിയതുകൊണ്ട് ഒന്നും കൂടി. ഇനി നിങ്ങളെ കുക്കറിൽ ചിലപ്പോൾ 2 വിസിലുകൊണ്ട് അത് പെട്ടെന്ന് വേവാൻ സാധ്യതയുണ്ട്. ഇപ്പം എൻ്റെ കുക്കറിൽ ഇത് 3 വിസിലിട്ടാലേ വെന്ത് കിട്ടിയുള്ളൂ. അപ്പം ഞാനത് ഒന്നും കൂടി വിസിലിട്ടതിൻ്റെ ശേഷം അത് ഓപ്പൺ ചെയ്ത് ഞാനിപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെയുണ്ട്. വെള്ളത്തിൻ്റെ ഇത് ഇങ്ങനെയുണ്ട്. ഇത് കാരണം വെള്ളം കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഇത് കുറച്ചും കൂടി കുറഞ്ഞ് കിട്ടും. കാണാൻ പറ്റും, ഇതുപോലെ കണ്ട, ഇതുപോലെ ഉണ്ടെങ്കിലാണ് പൊങ്കലിന് ഏറ്റവും ടേസ്റ്റ്. ഒരുപാട് വെള്ളവും വേണ്ട, തീരെ വെള്ളം കുറഞ്ഞും വേണ്ട, ഒരു മീഡിയം കൺസിസ്റ്റൻസി. അതിന് ശേഷം ഞാനിത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, പാത്രത്തിലിട്ടതിന് ശേഷം ഇങ്ങനെയാണുള്ളത്. ഇതിനിപ്പോൾ ഞാൻ ജീരകം, നല്ല ജീരകം, പിന്നെ കുരുമുളക്,
പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്. അത് ഒന്ന് ഞാൻ നെയ്യിലാണ് വറുത്തിട്ട്, കാരണം പൊങ്കലിന് എപ്പോഴും നെയ്യാണ് നല്ലത്. എണ്ണ ഉപയോഗിക്കാറില്ല ഞാൻ, നെയ്യാണ് പൊങ്കലിന് എപ്പോഴും. പൊങ്കൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നെയ്യിടണം. ഞാനിതിൽ 2 ടീസ്പൂണിൻ്റെ അടുത്ത് നെയ്യ് ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ 3 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല, അത് ടേസ്റ്റിനനുസരിച്ച് ടേസ്റ്റ് ഇനിയും കൂടും. ഞാൻ പൊതുവേ എണ്ണയും നെയ്യാണെങ്കിലും എല്ലാം കുറവാണ് ഉപയോഗിക്കാറ്, ഒരുപാടൊന്നും. പക്ഷേ എത്രത്തോളം നെയ്യ് ഒഴിച്ചാലും അത്രയും ടേസ്റ്റ് ഉണ്ടാവും. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിതിൽ കുരുമുളക് ഇട്ടിട്ട് ആദ്യം വറുത്തെടുക്കും. കുരുമുളകും പിന്നെ ജീരകവും രണ്ടും ചേർത്തിട്ട് വറുത്തെടുത്തതിന് ശേഷം ലാസ്റ്റ് അണ്ടിപ്പരിപ്പ് ഇട്ടതിന് ശേഷം ഞാനിപ്പോൾ കുരുമുളക് ഇടുന്നുണ്ട്. കാണാൻ പറ്റുമോ? കുരുമുളക് ഇട്ടു. അത് കുറച്ചൊന്ന് ഇതാവില്ലേ, പൊട്ടിത്തീരുമ്പോൾ എന്നുവെച്ചാൽ അധികം ഇതാവേണ്ട, കുറച്ചൊന്ന് ആവുമ്പോൾ അന്നേരം നമുക്ക് ജീരകവും ചേർക്കാം. കാരണം ജീരകം നമുക്കറിയാം പെട്ടെന്ന് അത് ഫ്രൈ ആയി കിട്ടുന്നതാണ്. അതിന് ശേഷം ഞാൻ ജീരകം ഇട്ടു. ഇത് രണ്ടും കൂടി ഒന്ന് കുറച്ച് നേരം ആയതിൻ്റെ ശേഷം, ഫ്രൈ ആയതിൻ്റെ ശേഷം നിങ്ങൾക്ക് അതിലേക്ക് എടുത്തിടാം, പൊങ്കലിലേക്ക് എടുത്തിടാം. കാണാൻ പറ്റുമല്ലോ നിങ്ങൾക്ക്? ഇത്രയോളം ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവും. അപ്പോൾ അത് എന്നിട്ട് എന്നതിന് ശേഷം ഞാൻ കശുവണ്ടി അണ്ടിപ്പരിപ്പും അതിലേക്ക് ഇട്ട് അതേ നെയ്യിൻ്റെ ബാക്കിയുള്ള നെയ്യിൽ തന്നെ അണ്ടിപ്പരിപ്പും ഫ്രൈ ചെയ്തിടുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ട് കുറച്ചൊന്ന് ബ്രൗൺ ആകുമ്പോൾ അതും അതിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ അണ്ടിപ്പരിപ്പ് ഇടുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോയിൽ. ഇത് ആക്ച്വലി അണ്ടിപ്പരിപ്പ് നിങ്ങൾക്കറിയാം എത്രത്തോളം ഇടുന്നോ അത്ര ടേസ്റ്റിന്. ഒരുപാടൊന്നും ഇടണ്ട, കുറച്ച് എന്ന് പറഞ്ഞാൽ ഞാനൊരു 10-15 എണ്ണം ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പൊങ്കൽ എത്രയുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ വേറൊരു ഇത് ഞാൻ ഇതിൽ ഇടാൻ മറന്നതുണ്ട്. തേങ്ങ ചെറിയ പീസസ് ആക്കി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് അത് കഴിക്കുമ്പോൾ. അത് നിങ്ങൾക്ക് ഇടാം, പക്ഷെ അത് വറക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നിങ്ങൾക്ക് പച്ച തേങ്ങ അങ്ങനെ കട്ട് ചെയ്ത് അതിലേക്ക് ഇടാം, പൊങ്കലിടാം. നല്ല ടേസ്റ്റിയാണ്. അതും നിങ്ങൾക്ക് ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും പൊങ്കലിന്. അതും ഒന്ന് ഇട്ട് നോക്കൂ. ഇതിപ്പോൾ റെഡിയായി. ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ മതി. അതിൻ്റെ മേലെ അതൊക്കെ ഇട്ടിട്ട് അതൊന്ന് ചേർക്കണം. എന്നതിന് ശേഷം ഞാനത് ചേർത്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക്. എന്നതിന് ശേഷം ഞാൻ ഇതിന് കൂട്ടാൻ വേണ്ടിയിട്ട് പുളി പിഴിഞ്ഞിട്ടുള്ളത്, പുളി വെള്ളത്തിൽ ഞാൻ പച്ചമുളകും ഉപ്പും ഒക്കെ ഇട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഇട്ടിട്ടുള്ളതാണ് ഇതിന് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി ഇത് അല്ലാത്ത കൂട്ടർ ചിലർക്ക് ചമ്മന്തിയോ വെള്ളച്ചമ്മന്തിയോ ഇല്ലെങ്കിൽ മോരും ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ള സലാഡ് പോലെയോ അതോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ പുളിയാണ് ഉപയോഗിക്കുന്നത്. പുളി നല്ലോണം പിഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഉപ്പും പച്ചമുളകും കാണാൻ പറ്റും. അപ്പം ഞാൻ അതിലേക്ക് പച്ചമുളക് മുറിച്ചിട്ടിട്ടുണ്ട്. ചെറിയ ചെറിയ പീസസ് ആയിട്ട് പച്ചമുളക് മുറിച്ചിടുന്നുണ്ട്. ബാക്കിയുള്ള പുളിയും കൂടി അതിലേക്ക് ഒഴിച്ചു. ഇതിന് ഞാൻ തിരിച്ചും കാന്താരിയാണ് ഉപയോഗിച്ചത്. കാന്താരി എത്രത്തോളം യൂസ് ചെയ്യുന്നോ അത്രത്തോളം നല്ലതാണ്, അത് നിങ്ങൾക്ക് ഹെൽത്തിന് നല്ലതാണ്. ഉപ്പിട്ടതിന് ശേഷം കാന്താരി എടുത്തു, അതിലേക്ക് ഞാൻ പീസസ് എടുത്തിട്ടു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് ഈ പൊങ്കലിൻ്റെ കൂടെ കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. താങ്ക് യു.